ഹായ് ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ എത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നും അറിയില്ല. അഥവാ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ക്ലിയറായിട്ട് പകൽ വെളിച്ചത്തിൽ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ജിയോമെട്രിക് പാറ്റേൺ ആണ്. അതിന് വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്ററിൽ ഒരു കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ സെൻറ്ററിലൊരു വര വരച്ചിട്ടു. അതിനെ 6 കള്ളികളായി ത്രികോണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ അതേ 6 സെൻറ്റിമീറ്റർ കോമ്പസ് അളവെടുത്തിട്ട് നമ്മൾ ആ സെൻട്രൽ ലൈനിൻ്റെ അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് പുറത്തേക്ക് 2 സൈഡിൽ നിന്നും വരഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് അവിടെ സ്കെയിൽ വെച്ചിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ട്രയാങ്കിൾ വരച്ചു. അങ്ങനെ നമ്മൾ 6 ഭാഗത്തും അതേപോലെ ട്രയാങ്കിൾ വരക്കുക. പിന്നെ അതിന് പുറത്ത് വീണ്ടും കോമ്പസിലെ ആ ഒരു അളവ് പിന്നെ മാറ്റുന്നില്ല കേട്ടോ. സെൻറ്ററിൽ വരച്ച അതേ അളവ് തന്നെയാണ് പിന്നെ എല്ലാത്തിനും വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ട്രയാങ്കിൾ എല്ലാ ഭാഗത്തും ചെയ്ത് തീർത്തു. ഇനി ആ 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളവെടുത്തില്ലേ, ആ അളവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സെൻറ്റർ ജോയിൻ്റ് ആയിരിക്കുന്ന ഭാഗത്തു നിന്ന്, വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ആ ജോയിൻ്റായ ഭാഗത്തു നിന്ന് അവിടെ നിന്നൊരു ജസ്റ്റ് ഒരു റൗണ്ടല്ല, 2 ട്രയാങ്കിളിൻ്റെയും കോണിലേക്ക് വരക്കാണ്. അങ്ങനെ ചുറ്റും എല്ലാ ഭാഗത്തും വരച്ചതിന് ശേഷം നമ്മൾ ആ 6 സെൻറ്റിമീറ്ററിൽ നിന്നും 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് വീണ്ടും നമ്മളിപ്പം വരച്ചതിൻ്റെ തൊട്ട് താഴെ അതേപോലെ ഒരു വര വരക്കാണ്. വര എന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പ്, നമ്മൾ റൗണ്ട് ഷേപ്പിൻ്റെ ആ ഒരു മോഡലിൽ വരില്ലേ, അപ്പോൾ അങ്ങനെ വരക്കാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ വരക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് മൈനസ് 1 ഇഞ്ച് അല്ല 1 സെൻറ്റിമീറ്റർ. നമ്മളെപ്പോഴും സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇഞ്ച് പറഞ്ഞിട്ട് അതാണ് എനിക്ക് വായിൽ വരുന്നത്. അഥവാ ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയുള്ള സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയാതെ വായിന്ന് ഇഞ്ചിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അതിൽ നിന്ന് കുറച്ചതിന് ശേഷം വരക്കുക. അതിനുശേഷം വീണ്ടും 1 സെൻറ്റിമീറ്റർ കുറക്കുക. അപ്പം 4 സെൻറ്റിമീറ്റർ ആയിട്ടോ. 6ൽ നിന്നും 1 സെൻറ്റിമീറ്റർ കുറച്ച് വരച്ചു, 5 സെൻറ്റിമീറ്റർ ആക്കി വരച്ചു, പിന്നെ 4 സെൻറ്റിമീറ്റർ ആക്കി വരച്ചു. അതേപോലെ 4 സെൻറ്റിമീറ്ററും എല്ലാ കോണിലും അങ്ങനെ 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഒരു റൗണ്ട് പോലെ വരക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ വരെ അതിൽ വരക്കാൻ കഴിയും. അതിനുശേഷം ആ 1 സെൻറ്റിമീറ്റർ കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ചെയ്തില്ലേ, ആ ഷേപ്പിലേക്ക് 1 സെൻറ്റിമീറ്റർ അളവെടുത്തതിന് ശേഷം ഉള്ളിലുള്ള നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു സ്ക്വയറിലെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന അതിലും 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആ സർക്കിൾ പോലെയുള്ള ആ ഹാഫ് സർക്കിളിൽ ചെയ്യാം. ആ 1 സെൻറ്റിമീറ്ററിനെ നേരെ ആ കോണിലേക്ക് കൊണ്ടുപോയി വരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ വരയ്ക്കുക. അതേപോലെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കണം. അത് പിന്നീട് ചെയ്യേണ്ടത് ഈ ഡയമണ്ട് ഷേപ്പിലുള്ള അതിൻ്റെ ഉള്ളിലേക്കും ഇതേപോലെ 1 സെൻറ്റിമീറ്റർ വരച്ചിട്ട് കുറേ ചെറിയ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും അതേ 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം ഇതേപോലെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് കളർ ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ഷെയ്ഡിൽ ചെയ്യാം. ഞാനിവിടെ ഒരു ചെസ് ബോർഡിൻ്റെ ഒരു മോഡൽ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കളറിന് ഡാർക്ക് കളറിന് ലൈറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കളറ് ചേർക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പാറ്റേൺ മനസ്സിലായില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മറ്റൊരു വീഡിയോ ക്ലിയർ ആയിട്ട് പകൽ വെളിച്ചത്തിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ.